hello everyone, assalamu alaikum, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയണ്ടാവും, എൻ്റെ ഫ്രണ്ട് ഷൈനയുടെ നിക്കാഹാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അവളുടെ നിക്കാഹിന് ഷോപ്പിങ്ങിന് പോണ ഒരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ല അവളുടെ നിക്കാഹ്, ഇന്നവളുടെ ദോൽക്കി പരിപാടിയാണ്. ദോൽക്കി അറിഞ്ഞ ചെറിയൊരു പരിപാടിയാണ്. അപ്പോൾ അതിനു വേണ്ടി പോകാൻ നിൽക്കുകയാണ്. 17-ാം തീയതിയാണ് അവളുടെ നിക്കാഹ്, അതായത് ഏപ്രിൽ 17-ാം തീയതിയാണ് അവളുടെ നിക്കാഹ്. ഇന്നിപ്പോൾ ഏപ്രിൽ 15 ദോൽക്കാണ്. നാളെ അവളുടെ തലേന്നാണ് പിന്നെ നിക്കാഹ്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ദോൽക്കി പരിപാടിയാണ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു എന്തായാലും നമുക്കത് വ്ളോഗ് എടുക്കണമല്ലോ, നമ്മുടെ പെണ്ണിൻ്റെ നിക്കാഹാണ്, അപ്പോൾ അത് അടിപൊളിയാക്കണം. അപ്പോൾ നേരെ മാറ്റി റെഡിയായിട്ട് ഇനി അവളുടെ നേരെ വീട്ടിൽ പോകണം. ഒരു 2-2:30 മണിയാകുമ്പോഴത്തേനും അവളുടെ വീട്ടിലെത്തണം. അങ്ങനെയാണ് പ്ലാന്. അപ്പോൾ റെഡി ആയിട്ട് വരാം. അങ്ങനെ ഇതാ ഞാൻ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഓൾറെഡി നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഉമ്മ ഇന്ന് ബസ് സ്റ്റോപ്പ് വരെ ആക്കിയതല്ല, കാരണം ഇമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ബസ് സ്റ്റോപ്പൊക്കെ നടന്നു പോയി. വെയിലത്ത് 2 മണി ആ നേരത്ത് ഞാൻ തന്നെ നടന്നു പോയി ബസ് എത്തിക്കാൻ പോയി. അപ്പോൾ നമ്മളിന്ന് റെഡ് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്, കാരണം ദോൽക്കിക്ക് നമ്മളെല്ലാവരും റെഡ് കളർ തീമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ റെഡ് കളർ ഡ്രസ്സ് ഇട്ടു. പിന്നെ ബസ് കയറി ബസ് സ്റ്റോപ്പിലെത്തി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വെയിറ്റ് ആക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓള് വന്നു. അങ്ങനെ പിന്നെ ഇനി നമ്മൾ നേരെ ഷെനാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഓട്ടോ ഒക്കെ പിടിച്ച് നമ്മൾ അവളുടെ വീട്ടിലെത്തിയപ്പോഴത്തേനും ഓള് ഫുള്ള് റെഡിയായി പക്കയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫിദിയും ഏകദേശം ലാസ്റ്റാണ് എത്തിയത്. ബാക്കി രണ്ടാളും നേരത്തെ അത്യാവശ്യം എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇത്തിരി നേരം വൈകി. ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ടീമുകളാണ് ഞങ്ങൾ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡ് കളർ ഡ്രസ്സും ഷേന ഓറഞ്ച് കളർ ഡ്രസ്സും, അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്. നമ്മൾ അവിടെ എത്തിയ ടൈമിൽ ഷേന ഫുഡ് കഴിക്കും കാര്യങ്ങളിലും തിരക്കിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ആക്കി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫോട്ടോസും വീഡിയോസും എടുക്കാനാണ് പോണത്. അതാണല്ലോ ഇതിൻ്റെ ഒരു മെയിൻ ഇത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോണത് കാഞ്ഞിരപ്പുഴ എങ്ങോട്ടോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. സ്ഥലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. കാഞ്ഞിരപ്പുഴ അത്യാവശ്യം എല്ലാവരും ഇങ്ങനത്തെയൊക്കെ ഷൂട്ട് നടത്തുന്ന സ്ഥലം നമ്മുടെ മണ്ണാർക്കാട് ഏരിയയിൽ അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടെ ഫുഡ് കഴിക്കലും എല്ലാവരും വന്നിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് ഇനി പോവാണ്. ഇനി അവിടെ എത്തിയിട്ടാണ് നമ്മുടെ ശരിക്കുള്ള പരിപാടി സ്റ്റാർട്ടാക്കുന്നത്. നമ്മളെല്ലാവരും റെഡി ആയിട്ട് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. അങ്ങനെ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തിയിരുന്നു. കാഞ്ഞിരപ്പുഴ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇതുവരെ ഇങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഈ സ്ഥലം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാഞ്ഞിരപ്പുഴയ്ക്ക് ഒരുപാട് വട്ടം വന്നിക്കണമെങ്കിലും ഇങ്ങനെ ഒരു ഭാഗം ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഇങ്ങോട്ട് വേറെ എന്തോ ഒരു പേരാണ് പറയുന്നത്, ഞാൻ ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ വന്നപ്പോഴത്തേനും ഇവിടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു. നല്ല വെയിലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന ടൈമിൽ ഷൈന അവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന തിരക്കിലായിരുന്നു. ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുക, അതായിരുന്നു ഞങ്ങളുടെ പണി. റെഡ് തീമായതുകൊണ്ട് തന്നെ ഫുള്ളൊരു റെഡ് മയമായിരുന്നു, ഒരു ചുമപ്പ് മയം. ഈ പച്ച പുല്ലിൽ കുറേ റെഡ് ഡ്രസ്സ് ഇട്ട ആൾക്കാർ, ഓള് മാത്രം ഓറഞ്ചും, ബാക്കിയുള്ള എല്ലാവരും റെഡ് കളർ ഡ്രസ്സായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും റെഡ് കളർ, അങ്ങോട്ട് നോക്കിയാൽ അവിടെയും റെഡ്, ഇങ്ങോട്ട് നോക്കിയാൽ എവിടെയും റെഡ്. നല്ല കാളെ പോത്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ ഓടിച്ചിരുന്നു. അങ്ങനത്തെ റെഡ് കളർ ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത്. അങ്ങനെ ഓളുടെ കുറേ സിംഗിൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങളെല്ലാവരെയും നിർത്തിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ഞങ്ങൾ 3-4 ആൾക്കാർ ഓളുടെ ഫ്രണ്ട്സും, ബാക്കിയുള്ളത് ഫുള്ള് ഓളുടെ കസിൻസാണ്. അങ്ങനെ നമ്മൾ ഈ ഫോട്ടോഗ്രാഫർ പറയണ പോലെ കുറേ കാലം അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ചും കുറേ പറയണ പോലെയൊക്കെ ചെയ്തിട്ട് എനിക്കാണെങ്കിലും ചിരിയും വന്നിട്ട്, എനിക്ക് ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരി വരും. അതിൻ്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴത്തേനും സൺസെറ്റൊക്കെ ആവാൻ തുടങ്ങി. അവിടുന്ന് നല്ല സൂപ്പറായിട്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓള് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണതിൻ്റെ തിരക്കിൽ നമ്മൾ ഈ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് എൻജോയ് ചെയ്ത് അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓള് ആ ഡെക്കറേറ്റ് ചെയ്ത സ്ഥലത്തൊക്കെ വന്നിരുന്ന് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കായിരുന്നു. പിന്നെ നമ്മൾ 4 വരം പോയിട്ട് കുറേ കൈയോട്ടി ഡാൻസൊക്കെ കളിക്കാൻ പറഞ്ഞു. എനിക്കാണെങ്കിലും ചിരിയും വന്നിട്ട്, എനിക്ക് എന്താ അറിയില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യം ചെയ്യുമ്പോൾ നല്ലോണം ചിരി വരും കണ്ടോ. ബാക്കിൽ എന്നിട്ട് എനിക്ക് ചിരി വന്നിട്ട് നാണക്കേടും ഒക്കെ വരികയാണ്. പിന്നെ ഞാൻ ഒറ്റക്കല്ലല്ലോ, ഇവരെല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇൻട്രോവേർട്ട് തിങ്സ് ആയിരിക്കാം, മേ ബി, അറിയില്ല. എന്നാലും ഞാൻ ഒപ്പിച്ചു ഒരപ്പം നിന്നിട്ട് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ആക്കി വിട്ടു. കുറേ ഓളുടെ സൈഡിൽ നിന്നിട്ട് കൈയോട്ട് ഡാൻസ് കളിക്കുക, പിന്നെ കുറേ ഓളുടെ ബാക്കിൽ നിന്ന് ഡാൻസ് കളിക്കുക, പിന്നെ കുറേ ഓളെ ചുറ്റി 4 വരം കറങ്ങി ഡാൻസ് കളിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ടോട്ടൽ ആകെ മൊത്തം നല്ല ഫണ്ടായിരുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സാധനമൊക്കെ ഓള് തോളിലിട്ടിട്ട് കൊട്ടണ പോലെയൊക്കെ കാട്ടി കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ചൂസ് ചെയ്ത പ്ലേസ് എന്തായാലും അടിപൊളിയായിരുന്നു. കാരണം തിരക്കോ കാര്യങ്ങളോ അങ്ങനെ വല്ലാതെ ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ തിരക്ക് കാഞ്ഞിരപ്പുഴ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചിലപ്പോൾ തിരക്ക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായ വേറൊരു സ്ഥലമായിരുന്നു. എന്തായാലും അടിപൊളിയായി നമ്മൾ എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയാണ് ശരിക്കുള്ള സംഭവം നടക്കാൻ പോണത്. എന്താണെന്നല്ലേ, നമ്മുടെ ഷെനാൻ്റെ ചെറുക്കന് ഷെനാനെ സർപ്രൈസ് ആക്കാൻ
എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഷേന അറിഞ്ഞിട്ടില്ല അവളുടെ ചെക്കൻ വരുന്നത്. സർപ്രൈസ് കൊളാവരുതല്ലോ, അപ്പോൾ അതുകൊണ്ട് അവളുടെ ചെക്കനെ ഓള് കാണാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കുറേ നേരം മറഞ്ഞൊക്കെ നിന്നു. പക്ഷെ എന്നാലും അവളുടെ ഫ്രണ്ടിലായിരുന്നു വണ്ടിയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയത്. പക്ഷെ ഓള് ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നെ അവളുടെ ചെറുക്കൻ അവളുടെ ബാക്കിൽ കൂടെ വന്ന് ഓളെ അങ്ങോട്ട് ഞെട്ടിച്ചു. സംഭവം കാണാൻ നല്ല രസമായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു സംഭവം നേരിട്ട് കാണുന്നത്. അല്ലാതെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ അല്ലേ കാണലുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടു. എന്തായാലും അടിപൊളിയായി. അങ്ങനെ ഓരോ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണ തിരക്കിലായിരുന്നു. അപ്പത്തിനും എൻ്റെ ഫോണിൽ സ്റ്റോറേജും അങ്ങോട്ട് ഫുള്ളായി. സോ എനിക്ക് കുറേയൊക്കെ അതിന് ശേഷം എടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു 7 മണി 7:15 ആയപ്പോഴത്തേനും നമ്മളുടെ പരിപാടിയൊക്കെ അവസാനിച്ച് നമ്മളെല്ലാം ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് തന്നെ ഷൈനാൻ്റെ ഇപ്പയും പാടെ കൂടിയിട്ട് വീട്ടിൽ ഞങ്ങളാക്കി തന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ പരിപാടി എന്തായാലും ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി വ്ളോഗും കാര്യങ്ങളും അവളുടെ നിക്കാഹും തലയുടെയും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.